ഹായ് ഗായ്സ്, ഇതെന്താ കവറിൽ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. ഓ, ഞാനിപ്പം സ്ലിപ്പായി വീണേനെ. കവറിൽ മറ്റൊന്നുമല്ല ഗൈസ്, കുറച്ച് പഴം. കൊല 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 കൊലയാണ് കവറിൽ. ഞാനിപ്പോൾ ഈ കൊലയായിട്ട് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ എങ്ങോട്ടാണെന്നുള്ളത് പറയാം കേട്ടോ. എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. വീട്ടിൽ ഞമ്പനിലൊരു കൊല വെട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് വീട്ടിലുള്ളവരെ കൊണ്ട് തിന്നു തീർക്കാനാവില്ല. ഞാനിട്ട് കഴിക്കാറില്ല കേട്ടോ, പിള്ളേർ വേണം കഴിക്കാൻ. അപ്പം അവർക്ക് കഴിക്കാൻ മൊത്തമായിട്ട് കഴിക്കാനാവില്ല. അകത്തമ്മ ചമഞ്ഞാലും പരിഭവം പറഞ്ഞാലും. അയ്യോ, ഫോൺ ഇവിടെ വെച്ചതായിരുന്നു, ചാടിപ്പോയി ഗൈസ്. അപ്പം കൊല ഒരു എന്താ പറയാ, വലിയൊരു കൊലയാട്ടോ വെട്ടിയത്. ആ വെട്ടിയ കൊല എൻ്റെ പിള്ളേരെ കൊണ്ട് മൊത്തമായിട്ട് കഴിക്കാനാവില്ല. അതുകൊണ്ട് സിസ്റ്റർക്ക് കൊടുക്കണം. പിന്നെ കുറേ ദിവസം എന്ന് പറയാനില്ല, ഒരു 3 ദിവസമായി ഗൈസ് എൻ്റെ പിള്ളേർ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 ഡേയ്സായി. അപ്പം അവരിപ്പതേ ഇപ്പം വന്ന് ബസ് ഇറങ്ങും. അവർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു 3-4 ദിവസമായി അവരിവിടെ എല്ലാം ഉണ്ടായിട്ട്. അവരിവിടെ ഇല്ലെങ്കിലോ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഒരൊച്ചയും ബഹളവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഫോൺ പോയത് ഞാൻ കണ്ടില്ല. റിവേഴ്സ് എടുക്കുന്നതിൻ്റെ കൂടെ ഫോൺ ടൈപ്പ് ചെയ്ത് കണ്ടില്ല ഗൈസ്. അപ്പം ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ അക്കുഡേറ്റിൽ ഇപ്പോൾ വന്ന് ബസ് ഇറങ്ങും, ഒന്ന് പിക്ക് ചെയ്യാൻ പോവുകയാണ്. 2-3 ദിവസം വീട്ടിലില്ലാതിരുന്നപ്പം ഭയങ്കര ബോറടിട്ടോ. എനിക്കിപ്പോൾ അവരില്ലാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഭയങ്കര ബോറടി. ഞാൻ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. ഏത് ബസ്സാണെന്നുള്ളത് അവർക്ക് ഓർമ്മയില്ല, നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. എത്താറായിട്ടില്ല കേട്ടോ, ഇനി ഒരു 5-10 മിനിറ്റ് കഴിയും എത്താൻ. അപ്പം ഞാൻ വിചാരിച്ച് മൊബൈലിൽ തോണ്ടി വീട്ടിൽ കുത്തിരിക്കുന്ന നേരം കൊണ്ട് അവിടെ പോയിട്ട് വായി നോക്കുകയും ചെയ്യാം. അങ്ങനെ പോവുക. ഇവിടെ ഓണാഘോഷ പരിപാടി ഇന്നാണോ അല്ല ഇന്നലെ ആയിരുന്നു. ഇന്നലെ ഞാൻ ഇതിൽ പോയപ്പോൾ കണ്ടില്ലല്ലോ. ഇന്നാന്ന് തോന്നുന്നു ഓണാഘോഷ പരിപാടി. ഇവിടെ ഒന്നും ഷോപ്പൊന്നും തുറന്നിട്ടില്ല. എൻ്റെ കർത്താവേ, ഞാനിപ്പോൾ എവിടെ നിർത്തിയിട്ടും ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചെടുത്ത് ഒടുക്കമെത്ത വെയിൽ. എന്നെ ഇന്നലെ മൈഗ്രേനായിട്ട് കാണിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. അവിടെ നിർത്തിയാൽ ഞാൻ കരിഞ്ഞു പോകും. ചേട്ടാ
അകത്തമ്മ ചമഞ്ഞാലും പരിഭവം പറഞ്ഞാലും നിന്നെ കാണാൻ എന്തു രസം എൻ്റെ പൊന്നാര ഗൈസ്. ഞാൻ വണ്ടിയിൽ പെട്രോൾ അടിച്ച് വെക്കും, അരുണ് വണ്ടി എടുത്ത് അങ്ങോട്ടേലും പോവും. അതാണ് ഇപ്പം സ്ഥിരമായിട്ടുള്ള, എൻ്റെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലേ, സ്ഥിരമായിട്ടുള്ള പരിപാടി അതാണ്. ഇപ്പതേ ഇന്നലെ ഞാൻ 2 കട്ട ഉണ്ടായിരുന്നു. ഇന്നലെ അവന് വണ്ടി എടുത്തിട്ട് ഓണാഘോഷിക്കാൻ പോയതാ. ഒറ്റ കട്ടയുള്ളൂ. ഇനി എപ്പോഴാ ബ്ലിങ്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ബ്ലിങ്ക് ചെയ്താൽ ഞാൻ അടിക്കേണ്ടി വരും. വണ്ടി വരുന്നത് നോക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ അവർ വരുമ്പോൾ അവരെ കൂട്ടട്ടെ. തലവേദനക്ക് ഇഞ്ചക്ഷൻ കടിച്ചാരാ ഒരു ഉഷാറില്ല. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ആ ഉമ്മ ഫുഡ് കൊടുത്തോട്ടിട്ടുണ്ട്. എന്തോന്നറിയില്ല. അപ്പം അതൊക്കെ ഒന്ന് കഴിക്കണം. അവരെ 2 ദിവസം കൊണ്ട് കാണാണ്ട് നിന്നിട്ട് ഒരു വല്ലാത്തൊരു മാതിരി. ഇപ്പൊ കഥകൾ പറയാൻ 100 ആയിരിക്കും, 100 ആയിരിക്കൂല. അപ്പം ഏതായാലും ഞാൻ അവരെ കൂട്ടി വീട്ടിൽ പോട്ടെ. എല്ലാവരോടും ബൈ പറയാം. ഞാൻ ഇനി വണ്ടി ഓടിക്കുമ്പം വീഡിയോ എടുത്തേക്കെന്നും പറഞ്ഞിട്ട് കേട്ടോ പ്രിയ ചേച്ചിയെ. ടാറ്റാ.